നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര തലത്തിൽ പൊന്നു വിളയിക്കുന്ന ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. ആയതിനാൽ തന്നെ ഇവരുടെ ഓരോ നീക്കവും ഏറെ ജാഗ്രതയോടെയാണ് ഓരോ രാഷ്ട്രങ്ങളും ഉറ്റുനോക്കുന്നത്. ഇപ്പോഴിതാ അമേരിക്കയെ അമ്പരപ്പിച്ച് UAE പുതിയ നീക്കത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ റഷ്യൻ പര്യടനം തുടങ്ങിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച റഷ്യയിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ചർച്ച നടത്തും. യുക്രൈൻ യുദ്ധവും എണ്ണവാതക വിഷയങ്ങളുമാണ് ചർച്ച ചെയ്യുക എന്ന് വാം ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. റഷ്യയുമായി അടുക്കരുത് എന്ന അമേരിക്കയുടെ നിർദ്ദേശം നിലനിൽക്കവെയാണ് അമേരിക്കൻ സഖ്യകക്ഷി കൂടിയായ UAE പുതിയ നീക്കമെന്നത് എടുത്തു പറയേണ്ടതാണ്. ഗൾഫ് മേഖലയിലെ നയംമാറ്റം ചില സുപ്രധാന സൂചനകൾ നൽകുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒപെക് രാജ്യങ്ങളും റഷ്യയുടെ നേതൃത്വത്തിലുള്ള എണ്ണ ഉൽപ്പാദക രാജ്യങ്ങളും എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സൗദിയും UAE കുവൈറ്റും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് ഒപെക്കിലെ പ്രധാനികൾ എന്നത് ഏവർക്കും അറിയാമല്ലോ. ഉൽപ്പാദനം കൂട്ടണമെന്ന് അമേരിക്ക നിരന്തരം ആവശ്യപ്പെടവെയാണ് മറിച്ചുള്ള തീരുമാനം ഒപെക് എടുത്തിരിക്കുന്നത്. ഒപെക്കിന്റെ തീരുമാനം വന്ന പിന്നാലെ അമേരിക്ക സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. അമേരിക്കയുടെ കൈവശമുള്ള സംഭരണിയിൽ നിന്ന് കൂടുതൽ എണ്ണ വിപണിയിലെത്തിക്കാൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട്. എണ്ണ ഉൽപ്പാദനം ഒപെക് കുറച്ചാൽ അമേരിക്കയിൽ വില കയറും. ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അമേരിക്കയിൽ ബൈഡന് കനത്ത വെല്ലുവിളിയാണിത്. എന്നാൽ അമേരിക്കൻ സമ്മർദ്ദം അവഗണിച്ച് റഷ്യയുമായി അടുക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. റഷ്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിക്കണമെന്ന് അമേരിക്ക നേരത്തെ സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടിരുന്നു. യൂറോപ്പ് അമേരിക്കയുമായി സഹകരിച്ചു, എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ വിസമ്മതിച്ചു. മാത്രമല്ല, റഷ്യയുമായി കൂടുതൽ അടുക്കുകയാണ് ഗൾഫ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ ഭാഗം കൂടിയാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദിന്റെ റഷ്യൻ സന്ദർശനം. അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ച രാജ്യത്തേക്ക് UAE പ്രസിഡന്റ് പോകുന്നത് തീർച്ചയായും അമേരിക്കയെ പ്രകോപിപ്പിക്കും. എന്നാൽ റഷ്യയും അമേരിക്കയെ പോലെ ഗൾഫ് രാജ്യങ്ങൾക്ക് പ്രധാന സഖ്യകക്ഷിയാണ്. റഷ്യയുമായി ഉടക്കാനില്ലെന്നാണ് സൗദിയുടെയും UAE നിലപാട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത മാസം 1 മുതൽ തന്നെ ഓരോ ദിവസവും 20 ലക്ഷം ബാരൽ എണ്ണയുടെ ഉൽപ്പാദനമാണ് കുറയ്ക്കാൻ പോകുന്നത്. 2020 ശേഷം ഇത്രയും വലിയ കുറവ് പ്രഖ്യാപിക്കുന്നത് ആദ്യമാണ്. യുക്രൈൻ യുദ്ധവും UAE പ്രസിഡന്റ് ചർച്ചയ്ക്കിടെ വിഷയമാകുമെന്നാണ് കരുതുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം മുതൽ യുക്രൈനിൽ റഷ്യൻ സൈന്യം ആക്രമണം ശക്തമാക്കിയിരിക്കുകയാണ്. കൂടാതെ ഒപെക് രാജ്യങ്ങൾ എണ്ണ ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനിച്ചതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്നാണ് UAE ഊർജ്ജ മന്ത്രി സുഹൈൽ അൽ മസ്റൂയി പ്രതികരിച്ചത്. തീരുമാനം സാങ്കേതികം മാത്രമാണെന്നും അദ്ദേഹം പറയുകയാണ്. അതോടൊപ്പം തന്നെ ഉൽപ്പാദനം കുറയ്ക്കുന്നത് തടയാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. ഇതിന്റെ ഭാഗമായി ഒരുപക്ഷെ UAEക്കും സൗദിക്കുമെതിരെ ചില സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് സാധ്യതയുമുണ്ട്. ഒപെക് രാജ്യങ്ങൾ ഉൽപ്പാദനം കുറച്ചാൽ വില ഉയരും. ഇത് അമേരിക്കയ്ക്ക് കനത്ത തിരിച്ചടിയാകും. അടുത്ത മാസം ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുകയാണ് അമേരിക്കയിൽ. ജോ ബൈഡന്റെ ഡെമോക്രാറ്റുകൾക്ക് കോൺഗ്രസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടേക്കാമെന്നാണ് വിലയിരുത്തൽ. ഇതാകട്ടെ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയാകും ബൈഡന് നൽകുക. എന്നാൽ റഷ്യയെ അകറ്റി നിർത്തിയുള്ള ഒരു നീക്കത്തിന് തയ്യാറല്ല എന്നാണ് UAE പ്രസിഡന്റിന്റെ മോസ്കോ സന്ദർശനം നൽകുന്ന സന്ദേശം.